എനിക്ക് ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങളുടെ ഔട്ട്ഫിറ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ ഇന്ന് എവിടെയോ പോവുകയാണ്. അപ്പൊ ഞങ്ങള് കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടൊരു വൺ ഡേ ട്രിപ്പ് പോവാൻ പോവാണ് ഗൈസ്. ഒരു ഫണ്ടിന് വേണ്ടി നമ്മുടെ കൂടെ ഒരു മൂന്നാമതൊരാൾ വരുന്നുണ്ട്, ഇവളുടെ ബെസ്റ്റ് ഫ്രണ്ട് മിസ്ന. അപ്പൊ നമുക്ക് അടുത്തത് മിസ്നയുടെ വീട്ടിൽ പോയി അവളെ പിക്ക് ചെയ്യാം, എന്നിട്ട് കാണാം. ഗൈസ്, അപ്പൊ നമ്മള് മിസ്നയുടെ വീട് എത്തിയിട്ടുണ്ട്. നമുക്കിനി പോയി മിസ്നെ വിളിക്കാം. റെഡി ആയിരിക്കുന്നുണ്ട് ഗൈസ്. 2 മണിക്കൂർ ഞങ്ങൾ 9 മണിക്കെത്താന്ന് പറഞ്ഞതാണ്, കുറച്ച് ലേറ്റ് ആയി, 11:30 മണിയായി. അപ്പൊ നമുക്ക് പോയി മിസ്നെ വിളിക്കാം. ഇത് മിസ്നയുടെ നാടാണ്. സോ മിസ്നയാണ് നമ്മുടെ ഇന്നത്തെ ടൂർ കോർഡിനേറ്റർ. നമ്മൾ എവിടേക്കാണ് പോകുന്നത്? മാമലഖണ്ഡമാണ് ഡെസ്റ്റിനേഷൻ. അവിടെ എന്താണുള്ളത്? അവിടെ എന്തൊക്കെയോ വെള്ളച്ചാട്ടം ഉണ്ടോ? ഉണ്ടെന്നാണ് ഞാൻ റീല് കണ്ടത്. അവിടെ ചെല്ലുമ്പോ ഒരു കുന്തോ ഇല്ലാതെ ഫുൾ ഡ്രൈ ആയിട്ട് കിടക്കുവാണെങ്കിൽ എന്റെ സ്വഭാവം പറയാൻ പോകുന്നത് നമുക്കിനി വഴിയെ കാണാം. അപ്ഡേറ്റ്സ്. ഇവരുടെ മാമലക്കണ്ടം എന്ന് പറയുന്നത് നമ്മളിലെ റീലിൽ കാണുന്ന ഒരു സ്കൂളിന്റെ അടുത്തുള്ള ഒരു വെള്ളച്ചാട്ടം ഇല്ല, അതാണോ? യെസ്, അത് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്, മാമലഖണ്ഡം. നിങ്ങൾക്ക് അറിഞ്ഞൂടെ കറക്റ്റ് ആയിട്ട്? പിന്നെ ഇങ്ങനെയൊക്കെയാണ് ടൂർ പോകുന്നത്, അല്ലാതെ ആരെങ്കിലും ഡെസ്റ്റിനേഷൻ. ഇത് ടൂർ അല്ല, എക്സ്പ്ലോറിംഗ്. അങ്ങനെ പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ 3 പേരോട് ചേർന്ന് മാമലക്കണ്ടം എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ഈ റെയിൻകോട്ട് തൂങ്ങി കിടക്കുന്ന കട കണ്ടു ഗൈസ്. ഓ, നാഷണൽ സ്റ്റോഴ്സ്. യെസ്, ദാറ്റ് ഈസ് മൈ. ഓ, ഇവരൊരു ദേശീയമായ അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ അവിടെ ചെന്ന് നാഷണൽ സ്റ്റോറിൽ ചെന്ന് മിസ്ന എന്നുള്ള കൂപ്പൺ കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സാധനം കിട്ടുന്നത്. നല്ല മഴക്കോളുണ്ട്. നമ്മൾ എവിടുന്ന ഫുഡ് കഴിക്കുന്നത്? വിഭവ സമൃദ്ധമായ എന്തെങ്കിലും നാടൻ ഫുഡ് ഉണ്ടോ അവിടെ? ഞാൻ അവിടെ പോയിട്ടില്ലല്ലോ. നമ്മുടെ യാത്രക്കിടയിൽ കുറയ്ക്കാൻ വേണ്ടി കുറച്ച് നട്ട്സും സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി നമ്മളിവിടെ ആമിസോ അങ്ങനെ ഒരു കട കണ്ടു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങാൻ പോവാണ്. ഇവിടെ ഒരാൾ പിണങ്ങിയിരിക്കുകയാണ്. അതൊക്കെ പെട്ടെന്ന് വെള്ളച്ചാട്ടത്തിൽ പോയി മുങ്ങണം. ഇത് നമുക്ക് പോവാം. കം വാടി. എനിക്ക് വയ്യാണ്. എനിക്ക് ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഇടക്കിടക്ക് ഇറങ്ങണേന്ന് എനിക്ക് ഇഷ്ടമൊന്നുമല്ല. അവളുടെ പിണക്കെതിരെ മാറിയെന്ന് തോന്നുന്നു. അവളെ ഇറങ്ങുന്നില്ല ഗൈസ്. കൊടുക്ക, അവളുടെ മനസ്സ് മാറി വന്നിരിക്കുകയാണ് നമ്മുടെ കുട്ടി. കൈസ് അജിഫാന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് തോന്നുന്നു. കൈസ് ഞാൻ അജിഫാനുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ചാണ് കൈസ് ഇറങ്ങിയത്. പക്ഷെ ഇവിടെ ഒരു സാധനം കിട്ടുക, അവരുടെ അടുത്ത് ഞാൻ എന്ത് പറയും? ഇതെന്തോ? ഇത് കാഷ്യൂ, നോർമൽ സോൾട്ടഡ് കാഷ്യൂ. നീ ഇപ്പൊ എല്ലാം എന്തോ എടുത്തു തുറണം. പിന്നെ ഇത് ബില്ലിൽ ഇവിടെ ഇറങ്ങാന്ന് വിചാരിച്ചത് ഞങ്ങൾ രണ്ടുപേരും. നീ എന്തിനാ ഇതെടുത്തത്? അപ്പം എന്നെ വിളിച്ചാ ഞാൻ എടുക്കും. എനിക്ക് വേണ്ട ഞാൻ പറഞ്ഞതല്ലേ. അപ്പൊ എന്നെ വിളിച്ചപ്പോ ഞാൻ എടുക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? എന്തോ ചെയ്യൂ, ഇത് വെറുതെ കഴിക്കുന്നില്ല. ആ എക്സ്പ്രഷനിൽ തന്നെ എനിക്ക് എന്റെ ടേസ്റ്റ് മനസ്സിലായി. ഗൈസ് അങ്ങനെ പ്രീമിയം ഡ്രസ് ഇട്ടുണ്ടോന്ന് എല്ലാ മുട്ടായും അവൾ സാമ്പിൾ ടേസ്റ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാം ടേസ്റ്റ് ചെയ്തല്ലോ ഗൈസ്. പണ്ടാരം അടങ്ങാനായിട്ട് ഞാൻ ചൂയിങ്കം മേടിക്കാൻ വേണ്ടി ഇത്രയും ഹൈപ്പിട്ട് ഇവിടെ കയറിയത്. എനിക്ക് ആവശ്യമുള്ളതൊന്നും കിട്ടിയില്ല. ബാക്കി ഇവർ എന്തൊക്കെയോ വാരി എടുത്തു. അങ്ങനെ ലാസ്റ്റ് ഞാൻ 2 ഏലക്കയായിട്ട് പോകുന്ന ഗൈസ്. പ്രീമിയം ക്വാളിറ്റി ബനാന ചിപ്സ്. നമുക്ക് ഇതിനെന്തെങ്കിലും ടേസ്റ്റ് വ്യത്യാസം ഉണ്ടോ നോക്കാം ഗൈസ്. ഒടുക്കത്തെ വിലയാണ്. പിന്നെ പ്രീമിയം എന്ന് കണ്ടതുകൊണ്ട് ഞാൻ വെറുതെ മേടിച്ചു നോക്കിയതാ. പടച്ചൂനെ നോക്കടാ, ആകെ 4 എണ്ണമുള്ളൂ. 100 രൂപ ഇതിന്. ഇത്രയും പ്രീമിയോ? ഇതാണോ പ്രീമിയം? ഇതിന് നന്നായിട്ട് എന്റെ ഉമ്മച്ചി ഉറക്കമല്ല. നല്ല കറു മുഴുവാന്നിരിക്കുന്നടാ. പ്രീമിയാണ് ഗൈസ്. പ്രീമിയം ആണെങ്കിലും കുറെ സാധനം ഉണ്ട് ഇതില്. സോ വി ക്യാൻ ടേസ്റ്റ് ദിസ്. ഓസം. നിങ്ങളുടെ എക്സ്പ്രഷൻ കൊണ്ട് എനിക്ക് വരെ കഴിക്കാൻ തോന്നുന്നു. പ്രകൃതി രമണീയത ആസ്വദിക്കാൻ വേണ്ടിട്ട് ഗ്ലാസുകൾ തുറന്നിട്ടാണ് ഇപ്പൊ ഗ്ലാസ് ഒക്കെ തുറന്നിട്ട്. അത് ചുള്ളിക്കമ്പ്. ആനയുണ്ട് സൂക്ഷിക്കുക എന്നുള്ള ബോർഡ് കണ്ട അവിടെ നിർത്തണം എന്നാണ് മിസ്ന പറഞ്ഞിരിക്കുന്നത്. അതെ ഗൈസ്, നമ്മുടെ ട്രിപ്പിന് ആദ്യമേ പറഞ്ഞു ഇതൊരു എക്സ്പ്ലോറിംഗ് ട്രിപ്പാണ്. എങ്ങനെയുണ്ടോ ഞങ്ങളുടെ എറണാകുളം ജില്ല? നൊട്ടാനോടിയൻ കണ്ടിട്ടില്ലേ? കാണിച്ചുതരാം. തിന്നുന്ന സാധനം നൊട്ടാനൊടിയനോ? ഓക്കെ, നമുക്ക് ട്രൈ ചെയ്യാം. ഗൈസ്, അപ്പൊ നമ്മളിവിടെ ഇന്ന് വന്നിരിക്കുന്നത് പെരിയാർ റിവറിൽ ബോട്ടിങ്ങിന് പോകുന്നതാണ്. അപ്പൊ നമുക്ക് കേറാനുള്ള ബോട്ട് പക്ഷെ ഒരു പ്രശ്നം, റിവർ ഇല്ല ഗൈസ്. നോക്കട, 2 വള്ളവും പിന്നെ ഒരു ഗ്രൗണ്ടും. നമ്മളെ റോട്ടിൽ കൂടെ പോണ സമയത്ത് ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു സാധനം കണ്ടു ഗൈസ്. കമോ കാണിച്ചു തരാം. നിനക്കറിയോ പറഞ്ഞ സാധനം? എന്താ സിറ്റിയിലാണ് ജീവിക്കുന്നത്. ഞാനും കൊല്ലം സിറ്റിയിലായതുകൊണ്ട് ഇവര് മറ്റേ ഗ്രാമത്തിലായതുകൊണ്ട്. ഇതേതോ വിശക്കായാണെന്ന് തോന്നുന്നു. എന്തോ കഴിക്കുന്നതാണോ? പഴുത്തത് ഇങ്ങനെ യെല്ലോ കളറായിരിക്കും. ഇനി കാണിച്ചു തരാം.
ഇങ്ങനെ പൊഴിച്ചിട്ട് നിനക്കറിയോ ഇത്? എനിക്കറിയില്ല. ഇതിങ്ങനെ എടുത്തിട്ട് ഭയങ്കര ടേസ്റ്റ് ആണോടാ. പടച്ചോനെ പേടിയാവുന്നു. സാക്ഷിയായി എനിക്കിനാ കഴിക്കാതെ സാധനം തക്കാളി തിന്നാണൊക്കെ. ആ തക്കാളി കഴിക്കുന്നതാണൊക്കെ, പച്ച തക്കാളി. നിങ്ങൾക്ക് ചെറുപ്പത്തിലെ തിന്ന് ശീലമില്ലാത്തോണ്ടാ. അയ്യേ ഗൈസ്, നിങ്ങളിത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഇതിന്റെ ഒറിജിനൽ രൂപം കാണിച്ചു തരാം. ഇങ്ങനെയാണ് സാധനം ഇരിക്കുന്നത്. ദേ ഇങ്ങനെ ഇരിക്കും. നിങ്ങളത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. നമ്മള് കഴിച്ചിട്ടുണ്ട്. തക്കാളി എന്നാ വീട്ടിൽ പറയുന്നത്. നൊസ്റ്റാൾജിയ കാണിക്കാൻ കൊണ്ടുവന്ന് എന്നെ വേണം. പിന്നെ ഞങ്ങൾക്ക് ഇത് നൊസ്റ്റാൾജിയ. വല്ല ബർഗർ കാണിച്ചാൽ നമുക്ക് നൊസ്റ്റാൾജിയ ചെയ്യാനല്ലേ. നിന്റെ മെക്ഡൊണാൾഡ്സിലാണല്ലോ പ്രസവിച്ചത്. തണുക്കുന്ന നമുക്ക് ആക്ട് ചെയ്തോ കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പറയുന്നത് കൂടി കമന്റ് ചെയ്യണേ. ഞങ്ങൾ ചായ കുടിക്കാൻ നിർത്തിയെടുത്തൊരു കിടിലൻ സ്പോട്ട് കണ്ടേ. നോക്കൂ, ഇവിടെ ഞാൻ അവരെ വെച്ചിട്ട് റീല് കാച്ചിട്ട് വരാം. ഓക്കെ ഗൈസ്, ഈ സ്പോട്ടിലോട്ട് ഇറങ്ങാൻ വേണ്ടി ഇവിടെ ഒരു കയറ് കെട്ടിയിട്ടുണ്ട്. ഈ കയറിൽ പിടിച്ച് ഇവിടെ ഓരോ കമ്പിയിൽ ചവിട്ടി വേണം ഇറങ്ങാൻ. വരൂ ഗൈസ്. അപ്പൊ നമ്മള് നമ്മുടെ പെരിയാർ റിവർ എന്ന് പറയപ്പെടുന്നു മാപ്പില് അവിടെ നിന്ന് കുറച്ച് നല്ല അടിപൊളി ഫോട്ടോസ് ഒക്കെ നമ്മൾ എടുത്തു. നിനക്ക് തോന്നുന്നു ഇവിടെ വെള്ളം ഉണ്ടായിരുന്നില്ലേ? എനിക്ക് തോന്നുന്നു ഇവിടെ വെള്ളം ഇല്ലായിരുന്നു. കാരണം അതെ, ഇവിടെ ഫുൾ ഗ്രൗണ്ട് പോലെ കിടക്കുന്നു. ഓക്കെ, ബോട്ടൊക്കെ കിടക്കണുണ്ടോ? ബോട്ട് ചിലപ്പോ ഇവിടെ ചിലപ്പോ അവര് ഷെഡ് പോലെ സൂക്ഷിക്കാൻ കൊണ്ട് വെച്ചേക്കണാണെങ്കിലോ. എനിക്കും അത് തന്നെയാ തോന്നുന്നത്. എടാ എന്നാലും എങ്ങനെ ഈ ബോട്ട് ഇറക്കി എന്ന് വെച്ചാൽ എനിക്ക് മാപ്പിൽ പിന്നെ മാപ്പ് കള്ളം പറയോ ഗൈസ്? ബിക്കോസ് പേരിനൊരു തുള്ളി വെള്ളം വേണ്ട, ഒരു കുഴിയിലെങ്കിലും പോലുമില്ല. കുഴി അത് ഇത്രയും മഴ പെയ്തിട്ട് പോലും ഇവിടെ വെള്ളം കെട്ടിയ പോലും ഇല്ല. ഇത്രയും വരണ്ട് കിടക്കാൻ ഇതെന്താ മഴക്കാലല്ലേ ഇത്? അതെ, അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഓക്കെ, എന്താണെങ്കിലും നമ്മളിവിടെ കുറച്ച് അടിപൊളി ഫോട്ടോ എടുത്തിട്ടുണ്ട്, ഇവരുടെയും എന്റെയും. സോ ആ 3 പേരുടെ ഫോട്ടോസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ എവിടെ പ്രീമിയം കപ്പയും മീനും കിട്ടുന്ന അതെ അതെ ഗൈസ്, വെയിറ്റ് ആൻഡ് സീ. ഇന്ന് മിസ്ന ഫ്രൈയും അതും പ്രീമിയം. അതെ, അതും പ്രീമിയം. ഇവിടെ ഹോട്ടലിൽ പോയിട്ടൊരു മനുഷ്യനെ പോലെ കാണുന്നില്ല. ഇങ്ങനെ ഒടുക്കം നമ്മൾ ഡെസ്റ്റിനേഷൻ പോയിന്റിൽ എത്തി ഗൈസ്. ഞാൻ കാണിച്ചു തരാം. അയ്യോ, എന്ത് ഓഫ് റോഡാണ് ഗൈസ് ഇത്. ഭയങ്കര പാടാട്ടോ. നമ്മൾ അതിനനുസരിച്ചുള്ള വണ്ടിയായിട്ട് വന്നിട്ട് പെട്ടുപോകും. ഞാനൊക്കെ ദുആ ചെയ്തോണ്ടിരുന്നതാ ഗൈസ്. നമുക്ക് ഇവിടെ ഒരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ച് അതിനെ സൗഹൃദം സ്ഥാപിച്ചിട്ട് ഇവിടുത്തെ എങ്ങനെ കാര്യങ്ങളെന്നൊക്കെ അറിഞ്ഞിട്ട് നമുക്ക് ബാക്കി പ്ലാൻ ചെയ്യാം. ഇവിടെ മറ്റേ വാട്ടർഫോൾസ് ഉണ്ടോ ഇവിടെ താഴെ? അടിപൊളി വാട്ടർ. അപ്പൊ നമ്മൾ ഇതുവരെ വന്ന ശരിയാണ്. ഇനി താഴോട്ട് ഇറങ്ങണ്ടല്ലോ. ഉരുളിക്കുഴി വെള്ളച്ചാട്ടം കാണാം. ഏറ്റവും അടിപൊളി ഏതാ ഇവിടെ കാണാൻ പറ്റിയത്? നിങ്ങക്ക് ഇതൊക്കെ രസമായിരിക്കും. ആണോ? ആ കാറ് പോവും അതുവഴി. കാറ് അങ്ങോട്ട് പോവില്ല, ഇവിടെ പാർക്കിങ്ങില് ഇട്ടിട്ട് ഇട്ടിട്ടാണ് നടന്നു പോവാ. കൊറേ ഉണ്ടോ നടക്കാൻ? ആണോ, നമുക്ക് നടന്നു പോവാം. ചേച്ചി ഇവിടെ എന്തൊക്കെയാ ഉള്ളത്? ഇവിടെ ചമ്മന്തി, പുതിയ ചേച്ചി മുട്ട പുഴുങ്ങിയത്, മോര്, സാമ്പാറ്, പപ്പടം, ബീഫ്, പോട്ടി ഫ്രൈ ഉണ്ട്. അതുണ്ട്. മാമലക്കണ്ടം വരുന്നവർക്ക് ഇവിടെ മിന്നൂസ് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം കഴിക്കാം. മിസ് ഞാൻ ഇവിടെ നിർത്തിയിട്ട് പോണുണ്ട്. ഈ സംരംഭത്തിലൊരു ഈ ചേച്ചിയും കാണാം ഗൈസ്. അപ്പൊ നമുക്ക് മലമുകളിൽ നാടൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. ഫസ്നയെ കാണാനില്ല, മിസ്നയെ കണ്ടു. ഫസ്ന എവിടെ? മലമുകളിൽ മൂത്രമൊഴിപ്പ്. അതെ അതെ, വീട്ടിൽ നിന്ന് വീട്ടിലോട്ട് വന്ന പോലെ. ഞങ്ങളുടെ ഉമ്മ കാണുന്നെങ്കിൽ അഭിമാനമാവാൻ ചോറും സാമ്പാറും വെച്ച് തിന്നതല്ലോ, തീറ്റിപ്പിച്ചതല്ലേ. നേരത്തെ പോയതല്ലോ, പറഞ്ഞയച്ചതല്ലേ. 2 പേർ വിപരീതമായിട്ട് നിൽക്കുന്നു. മറ്റേ വെള്ളി നക്ഷത്രത്തിലെ കാണാൻ. അവിടെ ഒരുത്തി വടിച്ച് നക്കിയിട്ടിരിക്കുന്നു. ഇവിടെ എങ്ങനെ തിന്നും പറഞ്ഞിരിക്കുന്നു. വയറും നിറഞ്ഞു, മനസ്സും നിറഞ്ഞു. അപ്പൊ നമ്മള് ഇത്രയും നേരം സഞ്ചരിച്ച് കഷ്ടപ്പെട്ട് വഴികളിലൂടെ കേറി ഇറങ്ങി വന്നിട്ട് ലാസ്റ്റ് ഫൈനൽ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. ഡെസ്റ്റിനേഷൻ എത്തിക്കഴിയുമ്പോൾ ഫസ്റ്റ് എന്തോ രഹസ്യം നമ്മുടെ അടുത്ത് പറയാന്ന് പറഞ്ഞല്ലേ? എന്തോ അടിയത്? എടാ സത്യം പറഞ്ഞ നമുക്ക് ഈ വൃത്തിയാളുടെ വഴി കൂടെ വരേണ്ട ഒരു കാര്യമില്ലേ? ഞാന് 13 കിലോമീറ്റർ ലാഭിക്കാൻ വേണ്ടി വേറെ റൂട്ട്